നമസ്തേ. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. പ്രഗ്നൻസിയിൽ ചിലപ്പോൾ സ്റ്റിറോയിഡിൻ്റെ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ട ആവശ്യകത ഡോക്ടർ നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ പലർക്കും സംശയമാണ്, ഈ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എന്ന് കേൾക്കുമ്പോഴേ പേടിയാണ്. അപ്പോൾ സ്റ്റിറോയിഡ് എടുത്താൽ എനിക്കോ എൻ്റെ കുഞ്ഞിനോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ? എപ്പോഴാണ് ഇത് എടുക്കേണ്ടത്? എന്താണ് സൈഡ് ഇഫക്ട്സ്? എന്ത് പ്രോബ്ലംസ് ഉണ്ടാകാം? എന്താണ് ബെനിഫിറ്റ്സ്? തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും പ്രഗ്നൻസിയിൽ ഡെലിവറി നേരത്തെയാകാൻ സാധ്യതയുള്ള ചില ഹൈ റിസ്ക് ആയിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് സാധാരണ ഈ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറുള്ളത്. പ്രീ ടേം ഡെലിവറി, അതായത് 37 ആഴ്ചയ്ക്ക് മുമ്പുള്ള ഡെലിവറി ആകാൻ സാധ്യതയുള്ളവരിൽ ആണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. 35 ആഴ്ചയ്ക്ക് മുമ്പാണ് കൂടുതൽ പ്രോബ്ലംസ്. കുഞ്ഞിൻ്റെ ലങ്സ് മച്ചുവർ ആവാത്തതിനാൽ ശ്വാസമുട്ടലിൻ്റെ പ്രോബ്ലം, അതുപോലെ ബ്രെയിനിൽ ഹെമറേജ് ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലെ കുഞ്ഞ് മരിച്ചു പോകാനുള്ള സാധ്യത, ഇതൊക്കെ പ്രത്യേകിച്ച് വളരെ നേരത്തെ ഡെലിവറി ആകുന്ന കുഞ്ഞുങ്ങൾക്ക് ആ റിസ്ക് കൂടുതലാണ്. അപ്പോൾ ഏറ്റവും ബെനിഫിറ്റഡ് ആവുന്നത് ഈ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കുന്നത് കാരണം ഏറ്റവും ബെനിഫിറ്റഡ് ആവുന്നത് 24 മുതൽ 35 ആഴ്ച വരെയുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ 2 തരത്തിലുള്ള സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനാണ്, ഡെക്സാമെഥസോൺ, ബീറ്റാമെഥസോൺ. സാധാരണഗതിയിൽ 24 അവർ ഇൻ്റർവെല്ലിൽ 2 ഡോസാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അതിൻ്റെ ഇഫക്റ്റ് സാധാരണ വരുന്നത് രണ്ടാമത്തെ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ് ഒരു 24 മണിക്കൂറിന് ശേഷം ഡെലിവറി ആയാൽ ആണ് അതിൻ്റെ ഇഫക്റ്റ് ഏറ്റവും കൂടുതലുള്ളത്. ആ 24 മണിക്കൂറിന് ശേഷവും 7 ദിവസത്തിനകവും ആണ് ഇതിൻ്റെ ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടാവുക. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് ഈ സ്റ്റിറോയിഡ് കൊടുത്തിട്ട് 24 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. അമ്മയ്ക്കോ കുഞ്ഞിനോ റിസ്ക് ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റിറോയിഡിൻ്റെ ഇഫക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല, നേരെ ഡെലിവറി ആക്കും. ആ സമയത്ത് എന്നാലും ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ആദ്യത്തെ 24 മണിക്കൂറിലും നല്ല ഒരു ബെനിഫിറ്റ് കുഞ്ഞിന് കാണാറുണ്ട്. ഇത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മളിങ്ങനെ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരുന്നത്? അതായത് നമ്മൾ പറഞ്ഞ പോലെ എപ്പോഴാണോ പ്രസവം നേരത്തെ നടക്കാൻ സാധ്യതയുള്ളത്, അമ്മയ്ക്കോ കുഞ്ഞിനോ ഉള്ള പ്രോബ്ലം കൊണ്ടാവാം. ചിലർക്ക് വെള്ളം പോയിട്ട്, അതായത് മാസം തികയുന്നതിന് മുമ്പ് വെള്ളം പോയി കഴിഞ്ഞ് വരുമ്പോൾ, അതുപോലെ അമ്മയ്ക്ക് പ്രഷർ പോലുള്ള പ്രോബ്ലമോ എന്തെങ്കിലും റിസ്കുകൾ കൂടുതലാണ്, അമ്മയെ നേരത്തെ പ്രസവിപ്പിക്കണം എന്നുള്ള ആവശ്യമുണ്ടെങ്കിൽ, ചിലപ്പോൾ പ്ലാസൻ്റ ഒട്ടിപ്പിടിക്കുന്ന പ്ലാസൻ്റ അക്രീറ്റ സ്പെക്ട്രം പോലുള്ള കണ്ടീഷൻസ്, അല്ലെ ഹൈ ബ്ലഡ് പ്രഷർ, അതുപോലെ ചിലപ്പോൾ കുഞ്ഞിന് വളരെ വളർച്ച കുറവാണ്. അപ്പോൾ വളർച്ച വളരെ കുറവുള്ളപ്പോൾ കുഞ്ഞിന് വയറിനകത്തുള്ള സാഹചര്യങ്ങളെക്കാളും പുറത്തുള്ള എൻവയോൺമെൻ്റ് ആയിരിക്കാം നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ചിലപ്പോൾ പ്രസവിപ്പിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള പല കണ്ടീഷനിൽ നമ്മൾ ഈ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട്. ചിലർക്കൊരു സംശയം, അപ്പോൾ എനിക്കോ എൻ്റെ കുഞ്ഞിനോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ ഈ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കൊണ്ടാണ്? അമ്മയ്ക്ക് സാധാരണഗതിയിൽ ഡയബറ്റിസ് ഉള്ള അമ്മമാർക്ക് അവർക്ക് ആ ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡയബറ്റീസ് ഒക്കെ ഉള്ളവരിൽ നമ്മൾ സാധാരണ അവർക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ അവരെ അഡ്മിറ്റ് ചെയ്തിട്ട് അവരുടെ ബ്ലഡ് ഷുഗർ മോണിറ്റർ ചെയ്തിട്ട് ആവശ്യമെങ്കിൽ ഇൻസുലിനൂടെ കൊടുക്കേണ്ടി വന്നാൽ അങ്ങനെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കൊടുക്കാറുള്ളത്. അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ഷൂട്ടപ്പ് ചെയ്താൽ അത് കുഞ്ഞിന് വളരെ പ്രോബ്ലം ഉണ്ടാക്കാം. അപ്പോൾ ഈ മോണിറ്ററിങ് അത്യാവശ്യമാണ്. പിന്നെ ഈ ലോക്കലായിട്ട് ആ ഇഞ്ചക്ഷൻ എടുക്കുന്ന സൈറ്റിൽ ചിലപ്പോൾ ചെറിയ വേദന അല്ലെങ്കിൽ ചെറിയൊരു റാഷൊക്കെ ചിലർക്ക് ഉണ്ടാവും. അത് വളരെ മൈനറായിട്ടുള്ള സൈഡ് ഇഫക്റ്റാണ്. സാധാരണ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുക മസിലിലാണ്. അത് കൈയുടെ ഡെൽറ്റോയിഡ് മസിലിൽ അല്ലെങ്കിൽ കാലിൻ്റെ അപ്പർ പാർട്ടിൽ, അങ്ങനെയൊക്കെയാണ് സാധാരണ ഇഞ്ചക്ഷൻ കൊടുക്കാറുള്ളത്. പിന്നെ കുഞ്ഞിന് ഇതുകൊണ്ടുള്ള റിസ്ക്കും ബെനിഫിറ്റും, ഈ 24 മുതൽ 35 വീക്സ് വരെയുള്ള സമയം കുഞ്ഞിന് ഈ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുത്താലുള്ള ബെനിഫിറ്റ്സ് റിസ്കിനേക്കാൾ വളരെ കൂടുതലാണ്. അത് കുഞ്ഞിൻ്റെ ലങ്സ് മച്ചുറാവാനും, ശ്വാസമുട്ടൽ, അതുപോലെ റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോമായിട്ടുള്ള ആ അഡ്മിഷൻസിൻ്റെ ഡേറ്റൊക്കെ, NICU അഡ്മിഷൻ, നമുക്ക് അതിൻ്റെ ഡേയ്സ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തലയിലേക്ക് ബ്ലീഡ് ചെയ്യുന്ന ഇൻട്രാവെൻട്രിക്കുലാർ ഹെമറേജ് എന്നുള്ള ആ കണ്ടീഷൻ, അതൊക്കെ സ്റ്റിറോയിഡ് എടുക്കുന്നവരിൽ കുറവായിട്ടാണ് കാണുന്നത്. പിന്നെ 35 to 37 വീക്സിനിടയ്ക്കുള്ള സമയം എന്തെങ്കിലും ഇതുപോലെ ആവശ്യമാണ്, പ്രസവിപ്പിക്കേണ്ട നേരത്തെ വരുന്ന ആവശ്യം ആണെങ്കിൽ, നമ്മൾ പേഷ്യൻറ്റിനോടും റിലേറ്റീവ്സിനോടും ഈ സ്റ്റിറോയിഡിനെ കുറിച്ചും അത് എടുത്താലുള്ള റിസ്കുകൾ, ബെനിഫിറ്റുകൾ, ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് തീരുമാനിക്കുക. കാരണം ഈ 35 ആഴ്ചയ്ക്കും 37 ഇടയ്ക്കുള്ള സമയത്ത് കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ബെനിഫിറ്റ്സ് അതിന് നേരത്തെ കൊടുക്കുന്ന അത്രയും ബെനിഫിറ്റ് കുഞ്ഞിന് ലഭിക്കണം എന്നില്ല. അതായത് സാധാരണ കുഞ്ഞിൻ്റെ ലങ്സ് കുറച്ചുകൂടെ 35 ആഴ്ചയൊക്കെ ആയി കഴിയുമ്പോൾ ലങ്സിൻ്റെ പ്രോബ്ലം, ആ ഡിഫിക്കൽറ്റി അത്ര സിവിയറായിട്ടുണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ സ്റ്റിറോയിഡ് കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞിൽ ചിലപ്പോൾ ബ്ലഡ് ഷുഗർ ലെവൽ കുറവാകാം,
തൽഫലമായി കൂടുതൽ മോണിറ്ററിങ്, NICUവിൽ മോണിറ്ററിങ് ഒക്കെ ചിലപ്പോൾ വേണ്ടി വരാം. നേരത്തെ ഉള്ള റെക്കമെൻഡേഷൻ ഈവൻ സിസേറിയൻ നമ്മൾ 39 ആഴ്ചയ്ക്ക് മുമ്പ് ചെയ്താലും ഒരു സ്റ്റിറോയിഡ് ഡോസ് കൊടുക്കണം എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ പറയുന്നത് പ്രത്യേകിച്ച് ഡേറ്റ് എടുക്കാറാകുമ്പോൾ 37 ആഴ്ചയൊക്കെ ആകുമ്പോൾ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കൊടുത്താൽ അതിൻ്റെ റിസ്ക് അല്പം കൂടെ കൂടുതലായിട്ട് കാണുന്നു. അതായത് ലോങ് ടേം ഡെവലപ്മെൻറ്റൽ ഡിലേ അല്ലെങ്കിൽ സ്കൂളിൽ അവരുടെ പെർഫോമൻസ് ലെവൽ ഒക്കെ അല്പം കുറവായിട്ടാണ് ചില സ്റ്റഡീസ് കാണിക്കുന്നത്. ഇത് ഒരു ഡെഫിനറ്റായിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടല്ല, എങ്കിലും ചില സ്റ്റഡീസ് അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ 35 ആഴ്ചയ്ക്ക് ശേഷം സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കുന്നത് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എല്ലാം ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം മതിയാകും. പിന്നെ നമ്മൾ ചിലപ്പോൾ വെള്ളം പോയിട്ടൊക്കെ വന്ന് ഒരു 26 ആഴ്ചയിലൊക്കെ വെള്ളം പോയിട്ട് വന്നാൽ നമ്മൾ അന്നേരം ഒരു സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കൊടുത്താൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. സാധാരണഗതിയിലുള്ള പ്രസവം നേരത്തെ ആവുന്നില്ല, ഏകദേശം 32 ആഴ്ചയിലൊക്കെയാണ് പ്രസവിക്കുന്നതെങ്കിൽ ചിലർക്ക് ഒരു സിംഗിൾ ഡോസ് ഓഫ് ഇഞ്ചക്ഷൻ ചിലപ്പോൾ നമ്മൾ ഒന്നുകൂടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏത് ഇഞ്ചക്ഷനും റിസ്ക്കും ബെനിഫിറ്റും നമ്മൾ കമ്പയർ ചെയ്യുന്നത് പോലെ ഇപ്പോൾ 24 മുതൽ 35 ആഴ്ചയ്ക്കകമുള്ള ബെനിഫിറ്റ് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ആവശ്യമെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് കൂടുതൽ. അപ്പോൾ ആവശ്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇഞ്ചക്ഷൻ എടുക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഉള്ള അൺനെസസറി ആയിട്ടുള്ള ഭയം വേണ്ട. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നന്ദി, നമസ്കാരം.